നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യം കടന്നു വരുന്നു. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ച് കാണുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ജ്യോതിഷപരമായി പറയുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്. വ്യാഴത്തിന്റെ സ്ഥിതി വെച്ചുകൊണ്ട് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. സർവേശ്വര കാരകത്വമുള്ള വ്യാഴത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, സമൃദ്ധി, സമ്പൽ സമൃദ്ധി എന്നുവേണ്ട സൗഭാഗ്യ സമ്പന്നമായ എല്ലാവിധ ഗുണങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതിന് വ്യാഴത്തിന്റെ അനുകൂലമായ വെച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. വ്യാഴം അനുകൂലമായ സ്ഥിതിയിൽ വന്നു ചേരുന്നതോടുകൂടി പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ കാണും. ചിലർക്കാകട്ടെ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം പാടെ മാറുന്നു. ചിലർക്കാകട്ടെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്നു. ചിലർക്കാകട്ടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. പലർക്കും പല വിധത്തിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നത്. ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവും വളരെ അധികം വന്നു ചേരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുകയും ഭാഗ്യത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്നു. പ്രത്യേകിച്ചും രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കാൻ ഇവർക്ക് സാധിക്കും. രാജയോഗം തന്നെ ലഭിക്കുന്ന അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സമ്പന്ന പദവി, സാമ്പത്തികം വലിയ തോതിൽ തന്നെ വന്നു ചേരുകയും പണം അവരുടെ കൈകളിൽ എപ്പോഴും ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം. അതായത് ഇവിടെ കടബാധകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീരുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ധാരാളം പണം ഇവരുടെ കൈകളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാവിധത്തിലുള്ള പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഇവർക്ക് ഉന്നത പഠന സാഹചര്യങ്ങളോ മത്സര പരീക്ഷകളിലോ ഒക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി, ഏറ്റവും നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്ന ജോലി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ജോലി ലഭിക്കാനുള്ള അവസരവും വിദേശത്തേക്ക് പോയി നല്ല ശമ്പളമുള്ള വരുമാന വർധനവുള്ള ജോലി ലഭിക്കുന്നതിനും ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇതോടുകൂടി ഇവരുടെ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറും. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം ഇവർക്ക് ലഭിക്കും. അതിലൂടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾ മാറുകയും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്ന ആളുകൾക്ക് അതിനനുയോജ്യമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. കുടുംബത്തിൽ സൗഭാഗ്യ വർധനവ്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരിഗണന, ചേർച്ച, ഇതൊക്കെ വലിയ തോതിൽ തന്നെ പ്രകടമാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപായസ നിവേദ്യം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തുളസിമാല, തൃക്കൈവെണ്ണ, ഇതൊക്കെ ഈ വഴിപാടുകളൊക്കെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്, സൗഭാഗ്യ വർധനമാണ്, ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ലാഭം വർദ്ധിച്ചു കാണുന്ന എല്ലാ തരത്തിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. മിന്നുന്ന വിജയം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. കാര്യവിജയമാണ്.
തൊഴിൽ ഇടത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും മേലധികാരികളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും, കഷ്ടപ്പാടുകളൊക്കെ മാറും, മനസ്സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് ലഭ്യമാകും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് കുബേര യോഗം തന്നെ വന്നു ചേരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പല വിധത്തിലുള്ള കഴിവുകൾ നല്ല രീതിയിൽ പ്രകടമാക്കുന്നതിനും അധ്വാനത്തിലൂടെ അവിടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടും ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക വിജയം ഇവർക്ക് വലിയ തോതിൽ തന്നെ അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് ഈശ്വരാധീനം കൊടുമുടി കയറി നിൽക്കുന്ന സമയമാണ്. ഇവർ എന്ത് ആഗ്രഹിച്ചാലും ജീവിതത്തിൽ നടന്നു കിട്ടും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തിക വിജയം ഉണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. ഏറ്റവും അനുകൂലമായ സമയം, നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്. സ്ത്രീകൾക്ക് കുടുംബാന്തരീക്ഷം അനുകൂലമാവുകയും ദമ്പതികൾക്ക് ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുകയും മനസ്സിനിഷ്ടപ്പെട്ട ഒരു വിവാഹം ലഭിക്കാനുള്ള അവസരവും, കുട്ടികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ടോ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള കുടുംബാന്തരീക്ഷം വന്നു ചേരുന്ന സമയം കൂടിയാണ്. വിശാഖം നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് തന്നെയാണ് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസാനം കുറിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മാനസിക വിധകൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. സാമ്പത്തിക വിജയം വന്നു ചേരും. കടബാധയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക വിജയത്തിലേക്ക് ഇവർ കുതിച്ചുയരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിജയമന്ത്രം പോലെ അവരുടെ ജീവിതം സമ്പന്നമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പണസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സമയം കൂടെയാണ്. പരീക്ഷണങ്ങളൊക്കെ മാറും. വലിയ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അധ്വാനവും ഭാഗ്യവും കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. ഇവർ ധനവാനാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സകലവിധ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറുന്നു. വലിയ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഒരുപാട് ഇവർക്ക് വന്നു ചേരുന്നു. പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കുമൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു. ഭാഗ്യത്തിന്റെ കാലഘട്ടം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. ദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീടെന്നൊരു സ്വപ്നം ഇവർക്ക് പൂണിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. വിദേശവാസത്തിന് വിദേശത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല ഒരു സമയം, നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു യോഗം തന്നെ വന്നു ചേർന്നു. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്നു. അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ഇവർക്ക് ലഭിക്കുന്നു. ബിസിനസ് പരമായിട്ടൊക്കെ മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് സമ്പന്നയോഗമാണ്. കുബേരയോഗം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന സമയമാണ്. വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ഇവർക്ക് വന്നു ചേർന്നു. കുടുംബക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒന്നിനു മുകളിൽ ഒന്നായി ജീവിതം രക്ഷപ്പെടുന്ന, എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ജീവിതത്തിൽ സമ്പന്നതയിൽ വിരാജിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു. ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെയേറെ ഭാഗ്യത്തിന്റെ നിറകടമാകാൻ പോകുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും
മികച്ച സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നു. ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ദോഷദുരിതങ്ങൾ മാറുന്നു, ശത്രുദോഷം ഒക്കെ മാറുന്നു. സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ഈശ്വരാധീനമുണ്ട്. എല്ലാവിധത്തിലും ഭാഗ്യം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.